നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ രാവിലെ കുർബാനയും കാൽക്കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. പകൽ മുഴുവൻ ആരാധനയുമുണ്ടായിരുന്നു. ചലച്ചിത്ര നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. പോലീസ് പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ സാഹചര്യവും പരിശോധിക്കുമെന്നും മന്ത്രി. മയക്കുമരുന്നിനും ലഹരി മാഫിയ സംഘങ്ങൾക്കുമെതിരെ നാടിന്റെ ജനകീയ കവചമൊരുക്കാൻ നന്ദിക്കര സെന്ററിൽ പറപ്പൂക്കര പഞ്ചായത്ത് 4ാം വാർഡിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ശൃംഖല സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ഇനി ആരുടെയും ചെരുപ്പ് തേയില്ലെന്ന് മന്ത്രി MP രാജേഷ്. മൊബൈൽ ഫോണിൽ K-സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കാര്യം നടത്താനാകുമെന്നും മന്ത്രി. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ അനധികൃത പാർക്കിംഗ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. വലിയ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ അധികൃതർ കണ്ണു തുറക്കണമെന്ന് യാത്രക്കാർ. വിശദമായ വാർത്തകളിലേക്ക്. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ രാവിലെ വിശുദ്ധ കുർബാനയും കാൽക്കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. പകൽ മുഴുവൻ ആരാധനയുമുണ്ടായിരുന്നു. രാത്രിയിൽ പൊതു ആരാധനയോടെയായിരുന്നു തിരുക്കർമ്മങ്ങൾ സമാപിച്ചത്. വീടുകളിൽ പെസഹ അപ്പം മുറിക്കലും നടന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ കാൽക്കഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. കുർബാനയ്ക്ക് ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തന്റെ കരങ്ങളിൽ എത്തിച്ചിരിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു പറഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തുവാലയെടുത്ത് അരയിൽ കെട്ടി. അനന്തരം ഒരു താഴത്തിൽ വെള്ളമെടുത്ത് ശിശുമാരുടെ പാദങ്ങൾ കഴുകാൻ അരയിൽ ചുറ്റിയിരിക്കുന്ന തുവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാൽ കഴുകുകയോ? കനകമല വിശുദ്ധ അന്തോണീസിന്റെ നാമധേയത്തിലുള്ള അടിവാരം പള്ളി തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് റെക്ടർ ഫാദർ മനോജ് തേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ അജിത്ത് തടത്തിൽ പെസഹ സന്ദേശം നൽകി. ഫാദർ റേസൻ തട്ടിൽ സഹകാർമ്മികനായി. മാർത്തോമാസ് ലിഹായുടെ നാമധേയത്തിലുള്ള കുരിശുമുടി പള്ളിയിലെ തിരുക്കർമ്മങ്ങൾക്ക് സഹവികാരി ഫാദർ റേസൻ തട്ടിൽ കാർമ്മികനായി. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യേശുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ സ്മരണ പുതുക്കി കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ പെസഹ ആചരിച്ചു. രാവിലെ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജേസൺ കരിപ്പായി നേതൃത്വം നൽകി. സഹവികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ ശുശ്രൂഷകൾക്ക് സഹകാർമ്മികനായി. ചലച്ചിത്ര നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. ഒല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച വെളിപ്പെടുത്തലുകളും വിവരങ്ങളും എക്സൈസ് വകുപ്പ് കൃത്യമായി അന്വേഷിക്കും. പരാതി ലഭിച്ചാൽ പരാതിയുടെ അടിസ്ഥാനത്തിലും അന്വേഷിക്കും. പോലീസ് പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുണ്ടായ സാഹചര്യം പരിശോധിക്കും. ഷൈൻ ടോം ചാക്കോക്കെതിരെ മുൻപുണ്ടായ കേസിൽ ഷൈനെ വെറുതെ വിട്ടത് നിയമസഭയിൽ ചർച്ച ചെയ്തതാണ്. UDF സർക്കാരിന്റെ കാലത്താണ് കേസുണ്ടായത്. കോടതിയുടെ കടുത്ത വിമർശനമാണ് പോലീസ് നേരിട്ടതെന്നും മന്ത്രി പറഞ്ഞു. അമ്മയ്ക്ക് പരാതി കൊടുത്തു. എക്സൈസിന് അത് സംബന്ധിച്ച പരാതി അമ്മ കൈമാറി കൃത്യമായിട്ട് അന്വേഷിക്കും. മാത്രമല്ല, മയക്കുമരുന്ന് ഉപയോഗം സംബന്ധിച്ച ഏത് വെളിപ്പെടുത്തലും ഏത് വിവരങ്ങളും ഗൗരവമായി തന്നെ എക്സൈസിന് പരാതി കിട്ടിയാൽ പരാതി അന്വേഷിക്കും. പക്ഷേ വെളിപ്പെടുത്തലുകളും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു. കാരണം ഇത് സംബന്ധിച്ച് വരുന്ന ഒരു വെളിപ്പെടുത്തലും ഒരു ഇൻഫർമേഷനും ലഘുവായിട്ടല്ല.
മയക്കുമരുന്നിനും ലഹരി മാഫിയ സംഘങ്ങൾക്കുമെതിരെ നാടിന്റെ ജനകീയ കവചമൊരുക്കാൻ നന്ദിക്കര സെന്ററിൽ പറപ്പൂക്കര പഞ്ചായത്ത് 4-ാം വാർഡിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ശൃംഖല സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ കാർത്തിക ജയൻ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, നന്ദിക്കര പള്ളി വികാരി ഫാദർ വിൽസൺ പെരേപ്പാടൻ, CU സന്തോഷ്, AR ജയരാജ്, PD കുഞ്ഞുവറീദ്, രജത്ത് നാരായണൻ, KM ലോഹിതാക്ഷൻ, KS രാജു, PV ജോണി, സുനിൽ കൈതവളപ്പിൽ, PK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘടിപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ ഇവിടെ എല്ലാവരും ചേർന്ന് കേരളത്തിലെമ്പാടും വിവിധങ്ങളായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കേരള സർക്കാരും വിവിധ സംഘടനകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ മിക്കവാറും എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള ജനകീയ പ്രതിരോധം സംഘടിപ്പിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ഇനി ആരുടെയും ചെരുപ്പ് തേയില്ലെന്ന് മന്ത്രി MP രാജേഷ്. ഒല്ലൂർ സോണൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നേരത്തെ ഒരു കാര്യം നടക്കണമെങ്കിൽ പലതവണ തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങേണ്ട സ്ഥിതിയായിരുന്നു. എന്നാൽ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ K-സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കാര്യം നടത്താനാകുമെന്ന് മന്ത്രി പറഞ്ഞു. 5.5 കോടി രൂപ ചിലവിലാണ് ഒല്ലൂർ സോണൽ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. മേയർ MK വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, ML റോസി തുടങ്ങിയവർ സംസാരിച്ചു. മൂന്നുമുറി ഒൻപുതങ്ങൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ചെമ്പോലമേഞ്ഞ സമർപ്പണവും പ്രതിഷ്ഠാദിനവും ദ്രവ്യകലശവും ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 3 രാവിലെ അധിവാസം, വിടർത്തിപൂജ, ഉഷപൂജ, ദ്രവ്യകലശാഭിഷേകം, ഉച്ചപൂജ, കുംഭാഭിഷേകം, ചെമ്പോലമേഞ്ഞ ശ്രീകോവിൽ സമർപ്പണം, ശ്രീഭൂതബലി എന്നിവ ഉണ്ടാകും. തുടർന്ന് നവനീത് സനിൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും ഉണ്ടായിരിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി മഠത്തിൽ ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും. കൂടാതെ വർഷം തോറും നടത്താറുള്ള ഭാഗവത സപ്താഹ യജ്ഞം ഏപ്രിൽ 20 മുതൽ 27 വരെ ഭാഗവതാചാര്യൻ കൽപ്പകശ്ശേരി വേണു മൂസദിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൊടകര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് P പ്രഭാകരൻ, സെക്രട്ടറി P രാജീവ്, ചെയർമാൻ K നാരായണ മേനോൻ, കൺവീനർ PG ശിവൻകുട്ടി, മാനേജർ P ജയകുമാർ എന്നിവർ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ അന്ന് പ്രതിഷ്ഠാ ദിനവും, അതായത് ഈ വരുന്ന ഏപ്രിൽ 30, മെയ് 1, 2, 3 തീയതികളിലായിട്ടാണ് പ്രതിഷ്ഠാദിനം ദ്രവ്യകലശത്തോടൊപ്പം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ചെമ്പോല, അതിൻ്റെ സമർപ്പണം, ക്ഷേത്രം തന്ത്രി ഏറന്നൂർ മനക്ക് നാരായണ നമ്പൂതിരി, മേൽശാന്തി മഠത്തിൽ ഉണ്ണികൃഷ്ണൻ, ഇവരാണ് ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ 22 വർഷമായി സപ്താഹം നടന്നു വരുന്നത്. ഈ വരുന്ന 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഇതിൻ്റെ സപ്താഹം യജ്ഞം. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ 20-ന് നടത്താനിരുന്ന 162ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഈസ്റ്റർ പ്രമാണിച്ച് 27-ാം തീയതിയിലേക്ക് മാറ്റിയതായി ഭാരവാഹികൾ അറിയിച്ചു. തുടർന്നുള്ള മാസങ്ങളിൽ 3-ാമത്തെ ഞായറാഴ്ചകളിൽ ക്യാമ്പ് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2025 സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം സ്വദേശി കിഴക്കേപ്പീടിക പോൾ ദാസ് 70 കിലോ വിഭാഗത്തിൽ 2 സ്വർണ്ണ മെഡലുകൾ നേടി സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യൻഷിപ്പിന് അർഹനായി. തുടർച്ചയായ 15-ാം വർഷവും സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ ചാമ്പ്യൻ പട്ടം നിലനിർത്തിയ പോൾ ദാസിനെ പഞ്ചഗുസ്തി അസോസിയേഷൻ സംസ്ഥാന ചെയർമാൻ മുജീബ് റഹ്മാൻ ഉപഹാരം നൽകി അനുമോദിച്ചു. അടുത്ത മാസം ബംഗളൂരുവിൽ നടക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് പോൾ ദാസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തും പുത്തൂർ പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ ചെമ്പംകണ്ടം കുടിവെള്ള പദ്ധതി മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി അധ്യക്ഷത വഹിച്ചു. 100ഓളം ഗുണഭോക്താക്കൾക്കായാണ് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചത്. ഇതോടെ
ഈ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമത്തിനും ശാശ്വത പരിഹാരമായി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ PS സജിത്ത്, നിമിഷ രതീഷ്, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MN രാജേഷ്, TS മുരളീധരൻ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് PG ഷാജി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TN ഉമ തുടങ്ങിയവർ സംസാരിച്ചു. വലിയ കുടിവെള്ളക്ഷാമം അനുവദിക്കുന്ന പ്രദേശങ്ങളെ സ്ഥായിയായി കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ മാറി മാറി വരുന്ന ജനപ്രതിനിധികളും ജനകീയ ഭരണകൂടങ്ങളും സംഘടിപ്പിക്കുന്നത് സ്വാഭാവികമാണെങ്കിലും ഒരു പദ്ധതി നിർബന്ധമായും നടപ്പിലാക്കണമെന്ന് നിശ്ചയിച്ച് 2 തവണയായി അതിന് ചെലവഴിക്കുന്ന ഫണ്ട് കൂട്ടിയെടുത്ത് ഏതാണ്ട് 100 ഗുണഭോക്താക്കൾ പ്രദാനം ചെയ്യുന്ന ചെമ്പകണ്ടം കുടിവെള്ള പദ്ധതി ഇന്നിപ്പോൾ എത്തി നിൽക്കുമ്പോൾ ഈ സാമ്പത്തിക വർഷം പറഞ്ഞ 10 ലക്ഷം കോടി കൂട്ടിയാൽ 50,60,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ അനധികൃത പാർക്കിംഗ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. വലിയ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ അധികൃതർ കണ്ണു തുറക്കണമെന്ന് യാത്രക്കാർ. പാലിയേക്കര ടോൾ പ്ലാസയിൽ തൃശൂർ ഭാഗത്തേക്കുള്ള ടോൾ ബൂത്ത് കടന്നാൽ ഇടതുഭാഗത്തെ 3-4 ട്രാക്കുകൾ വരെ കയ്യേറിയാണ് കണ്ടെയ്നർ ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ്. 4, 5, 6 ട്രാക്കുകളിലൂടെ ടോൾ ബൂത്ത് കടന്നു വരുന്ന വാഹനങ്ങൾ പാർക്കിംഗ് ഇല്ലാത്ത ട്രാക്കുകളിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതോടെ ടോൾ ബൂത്ത് കടന്ന് അതുവഴി വരുന്ന മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇരുചക്ര വാഹനങ്ങളും അടിയന്തര ആവശ്യങ്ങളുമായി എത്തുന്ന ആംബുലൻസുകൾക്കും കടന്നു പോകാനുള്ള ട്രാക്കുകൾക്ക് നേരെയാണ് വലിയ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ ബഹുചക്ര വാഹനങ്ങൾ നിർത്തിയിടുന്നത്. രാവും പകലും വ്യത്യാസമില്ലാതെയാണ് ഈ അനധികൃത പാർക്കിംഗ്. പലപ്പോഴും ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയാണ്. നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസയിൽ ഈ 1st, 2nd, 3rd വരുന്ന പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്ക്. കാരണം വെച്ചാൽ ടോൾ കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ഈ ലെഫ്റ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആംബുലൻസ് വരുന്നത് 6ാമത്തെ ട്രാക്കുകളാണ്. ഈ 6ാമത്തെ ട്രാക്കുകൾ വരുന്ന ആംബുലൻസ് വീണ്ടും റേറ്റ് കട്ട് ചെയ്തിട്ട് വേണം പേഷ്യൻ്റ്. കാരണം മണിക്കൂറിൽ ഒരു 6-7 ആംബുലൻസുകളാണ് തൃശ്ശൂർ ഹബ്ബിലേക്ക് വേണ്ടി ചാലക്കുടി ഇനിയുടെ ഭാഗത്തേക്ക് ഈ വഴിക്ക് പാസ് ചെയ്യുന്നത്. അത് ഈ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യുമ്പോൾ അപകടം ചാൻസ് കൂടുതലുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും പോലീസ് മേഖലയോടും കാര്യങ്ങളോടും പറയുമ്പോൾ അവർ വന്ന് ചാർജ് ചെയ്ത് കൊടുക്കും. എന്നിരുന്നാലും ഈ പറയുന്ന ഡ്രൈവർമാരോട് പറഞ്ഞാൽ ഇവർ ഈ 3ാമത്തെ അല്ലെങ്കിൽ 2ാമത്തെ ട്രാക്കിൽ പാർക്ക് ചെയ്ത് പോകും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഒരു വണ്ടി രാവിലെ ഒരു 9 മണി വരെയാണ് 3ാമത്തെ ട്രാക്കിൽ പാർക്ക് ചെയ്ത് ലാസ്റ്റ് ഫയർഫോഴ്സ്, പോലീസ്, മോട്ടോർ വെഹിക്കിളൊക്കെ വന്നിട്ടാണ് ആ വണ്ടി എടുത്ത് മാറ്റാനുള്ള അവസരം ഉണ്ടാക്കിയത്. അപ്പം അങ്ങനെ വളരെ രൂക്ഷമായ ബുദ്ധിമുട്ട് ഇവിടെയുള്ള പാർക്കിങ്ങിന് ഉണ്ടാവുന്നുണ്ട്. നോ പാർക്കിംഗ് എന്ന വലിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ കാഴ്ച മറയ്ക്കുന്ന രീതിയിലാണ് വലിയ സുരക്ഷയിൽ കൈകാര്യം ചെയ്യേണ്ട ഗ്യാസ് ടാങ്കർ ലോറികൾ അടക്കം അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത്. വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം കണ്ണു തുറക്കുന്നതാകരുത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ. ദേശീയപാതയിൽ ടോൾ നൽകി യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരന്റെയും സുരക്ഷയൊരുക്കുക എന്നത് അധികൃതരുടെ കടമയാണ്. അനധികൃത പാർക്കിംഗ് മൂലം ട്രാക്കുകളുടെ എണ്ണം കുറയുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് കാരണമാകുമ്പോഴും സുരക്ഷ ഒരുക്കേണ്ട അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. പാലിയേക്കര ടോൾ ബൂത്തിന് സമീപമായുള്ള വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. 6 ബൂത്തുകളിലായി ടോൾ നൽകി 6 ട്രാക്കുകളിലേക്കാണ് വാഹനങ്ങൾ ഇവിടെ ഓടിയെത്തുന്നത്. എന്നാൽ സമീപത്തെ 3 ട്രാക്കുകൾ വരെ കയ്യേറിയുള്ള കണ്ടെയ്നർ ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് വലിയ അപകട ഭീഷണിയായി മാറുകയാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ഈ അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. വാർത്തകൾ തുടരുന്നു. ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ വേണ്ട സന്ദേശം നൽകി കേരള എക്സൈസ് വിമുക്തി മിഷൻ പൂരം പവലിയൻ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. എക്സൈസ് ജില്ലാ അധികാരി V. സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. ശരിയായ സന്തോഷം ലഭിക്കുന്നത് എങ്ങനെ, ലഹരിക്ക് അടിമപ്പെടുന്നതും ആസക്തി ഉണ്ടാക്കുന്നതുമായ കാരണങ്ങൾ, സെൽഫ് കെയർ, സ്വയം സംരക്ഷിക്കുന്നതിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെയും ആവശ്യകത, നിയമവും ശിക്ഷയും, ഡി അഡിക്ഷൻ മാർഗങ്ങൾ, കൗൺസിലിംഗ് എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പവലിയൻ. വിമുക്തി മാനേജർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ മുഖ്യ സന്ദേശം നൽകി. BJP ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. തൃശൂർ സിറ്റി ജില്ലയുടെയും നോർത്ത് സൗത്ത് ജില്ലകളുടെയും ഭാരവാഹികളെയാണ് അതത് ജില്ലാ പ്രസിഡന്റുമാർ പ്രഖ്യാപിച്ചത്.
BJP സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടെയായിരുന്നു ഭാരവാഹി പ്രഖ്യാപനം. 3 ജനറൽ സെക്രട്ടറിമാർ, 8 വൈസ് പ്രസിഡന്റുമാർ, 8 സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരെയാണ് ജില്ലകളുടെ പ്രസിഡന്റുമാർ പ്രഖ്യാപിച്ചത്. സുഗമമായ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയാണ് BJP നേതൃത്വം തൃശൂർ റവന്യൂ ജില്ലയെ 3 തിരിച്ചത്. അതനുസരിച്ചാണ് പ്രസിഡന്റുമാരുടെയും മറ്റ് ഭാരവാഹികളുടെയും പേരുകൾ നിശ്ചയിച്ചത്. ആദ്യം ജില്ലാ പ്രസിഡന്റുമാരെ തിരഞ്ഞെടുത്തു. തുടർന്നാണ് സംസ്ഥാന പ്രസിഡന്റിന്റെ അനുമതിയോടെ 3 ജില്ലകളിലെയും മറ്റ് ഭാരവാഹികളെ അതാത് ജില്ലാ പ്രസിഡന്റുമാർ പ്രഖ്യാപിച്ചത്. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ ഭക്തസംഘടനയായ ഫ്രാൻസിസ്കൻ ആത്മായ സഭ യൂണിറ്റ് കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ ഏപ്രിൽ 25 രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് UP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്ക് 9744497364. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ചെങ്ങാലൂർ സബ് സെന്ററിലേക്ക് ഫാർമസിസ്റ്റിന്റെ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത B.Pharm, D.Pharm. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനും ആവശ്യമാണ്. യോഗ്യരായവർ ഏപ്രിൽ 21 രാവിലെ 10:30 പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. വിവരങ്ങൾക്ക് 9497589766. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം മെഡിക്കൽ ഓഫീസറായി കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത MBBS ബിരുദം, TCMC രജിസ്ട്രേഷൻ. താൽപ്പര്യമുള്ളവർ അപേക്ഷ ഏപ്രിൽ 23 വൈകിട്ട് 5 മണിക്ക് മുൻപ് വരന്തരപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ സമർപ്പിക്കണം. കുഫോസിൽ 2025-26 അധ്യയന വർഷത്തെ ബിരുദാനന്തര ബിരുദം PhD പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള തീയതി മെയ് 5 വരെ നീട്ടി. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചവർ അവസാന തീയതിക്കുള്ളിൽ ഫീസ് അടച്ചില്ലെങ്കിൽ അപേക്ഷ പരിഗണിക്കുന്നതല്ലെന്ന് രജിസ്ട്രാർ അറിയിച്ചു. MFSC, MSc, LLM, MBA, MTech തുടങ്ങിയ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്കും PhD കോഴ്സിലേക്കും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. ഫോൺ 0484227502. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,920 രൂപ, പവന് 71,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. യേശുക്രിസ്തുവിന്റെ അന്ത്യാത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ രാവിലെ കുർബാനയും കാൽക്കഴുകൽ ശുശ്രൂഷയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. പകൽ മുഴുവൻ ആരാധനയുമുണ്ടായിരുന്നു. ചലച്ചിത്ര നടി വിൻസി അലൂഷ്യസിന്റെ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതെന്ന് എക്സൈസ് മന്ത്രി MP രാജേഷ്. പോലീസ് പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടായ സാഹചര്യവും പരിശോധിക്കുമെന്നും മന്ത്രി. മയക്കുമരുന്നിനും ലഹരി മാഫിയ സംഘങ്ങൾക്കുമെതിരെ നാടിന്റെ ജനകീയ കവചമൊരുക്കാൻ നന്ദിക്കര സെന്ററിൽ പറപ്പൂക്കര പഞ്ചായത്ത് 4-ാം വാർഡിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ശൃംഖല സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന് ഇനി ആരുടെയും ചെരുപ്പ് തേയില്ലെന്ന് മന്ത്രി MP രാജേഷ്. മൊബൈൽ ഫോണിൽ K-സ്മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തദ്ദേശ സ്ഥാപനങ്ങൾ കയറിയിറങ്ങാതെ തന്നെ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ കാര്യം നടത്താനാകുമെന്നും മന്ത്രി. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തെ അനധികൃത പാർക്കിംഗ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. വലിയ അപകടങ്ങൾക്ക് കാത്തിരിക്കാതെ അധികൃതർ കണ്ണു തുറക്കണമെന്ന് യാത്രക്കാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.